പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കേരളം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ എന്ത് നടക്കണം, കേരളത്തിൽ എന്ത് കാര്യമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ മീഡിയകളും മാധ്യമങ്ങളുമാണല്ലേ. യഥാർത്ഥത്തിൽ അവരുടെ പങ്ക് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ മീഡിയയും നമ്മുടെ ഈ മാധ്യമങ്ങളുമൊക്കെയാണ് പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്നതും പല കാര്യങ്ങളും ചർച്ച വരെ ആക്കുന്നത് അവരാണ്. അതുകൊണ്ട് അവരെ നമുക്കൊരിക്കലും ഈ ഒരു കാര്യത്തിൽ അവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മണ്ണിനടിയിലായിപ്പോയ വാർത്ത നമുക്കറിയാം. അത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ, ഏതാണെന്ന് നമുക്കറിയില്ല അവിടുത്തെ അവസ്ഥകൾ. ആ ഒരു കാര്യം ആദ്യത്തെ 3 ദിവസം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അർജുൻ്റെ കൂടെ കടന്നുപോയ പ്രിയപ്പെട്ട മറ്റുള്ള ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ മീഡിയകൾ അത് ഏറ്റെടുക്കുകയും നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാണ്. ഈ മീഡിയകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, അർജുൻ്റെ കാര്യം അതോടുകൂടി അങ്ങ് മാറി ഇല്ലേ. പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനാളായി, ദൗത്യത്തിനാളുകളായി, എല്ലാ കാര്യങ്ങളും പുറം ലോകത്ത് അർജുൻ അറിയുന്ന ആ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കാൻ തന്നെ കാരണം അത് മാധ്യമങ്ങളുടെ ഇടപെടൽ മൂലം മാത്രമാണ് എന്ന് നമുക്ക് നിസ്വാർത്ഥമായ രീതിയിൽ പറയാൻ കഴിയും. അതാണ് മാധ്യമം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യവും പറയാനുണ്ട്. ഈ കൂട്ടത്തിൽ ഈ മാധ്യമങ്ങൾ തന്നെയാണ്, ഈ മീഡിയകൾ തന്നെയാണ് പലവിധ കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുമുണ്ട്, ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. നല്ല കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പം തന്നെ അർജുനെ കണ്ടെത്തുന്ന വിഷയത്തിൻ്റെ പേരിൽ ഇപ്പം മാധ്യമങ്ങൾ തമ്മിൽ റേറ്റിംഗ് കൂട്ടുന്നതിൻ്റെ ഒരു ഇത് മത്സരത്തിൽ നടക്കുകയാണ്. ഞാനത് കൊടുക്കും, നീ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത വാർത്തകൾ, ചിലപ്പം ചില ദിവസങ്ങളിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ വാർത്തകൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ പരീക്ഷകൾ നൽകുമ്പോൾ അർജുനനെ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും ഒക്കെ വീട്ടിലുണ്ട്, അതുപോലെ കുടുംബക്കാരുണ്ട്. അവരിങ്ങനെ എപ്പോഴും ഈ മീഡിയാസിനെ അവരെ വിശ്വസിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ കാത്തിരിക്കുന്നവർ ഓരോ സത്യസന്ധമായ വാർത്തകൾ അവരുടെ മുന്നിലേക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ, കാരണം കുറച്ച് വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ മറ്റുള്ള വാർത്തകൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ മീഡിയകൾ തന്നെയാണ് ചില കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് അവസാനം താഴെയിട്ട് ഉടയ്ക്കുന്നതും അവർ തന്നെയാണ്. ചില കാര്യങ്ങൾ ഒരുപാട് ഉപകാരവും ചെയ്യും, ചിലത് ഉപദ്രവവും ചെയ്യും. ആ തരത്തിലാണ് മീഡിയയുടെ അവസ്ഥ. ഏത് വാർത്ത വിശ്വസിക്കാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റാതിരിക്കുക എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധം മാധ്യമങ്ങൾ ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം എല്ലാവരും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഒരു മീഡിയകളെയാണ്. ഇപ്പം എല്ലാ മീഡിയകളും ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. കാരണം റേറ്റിങ്ങിന് വേണ്ടി എനിക്ക് അവരെക്കാളും പ്രസ്താവനം, ഇവരെക്കാളും പ്രസ്താവനം, അങ്ങനെ പല രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പോകുന്നത്. അപ്പോൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ, അതായത് നമ്മളൊക്കെ ഒരുപാട് കാത്തിരിക്കുന്നത് സത്യസന്ധമായ വാർത്തകൾ കേൾക്കാനാണ്. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റേറ്റിങ്ങിന് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ എത്രമേൽ വല്ലാത്ത അരോചകത്വം തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോശമായ തരത്തിലുള്ള വാർത്തകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ കഴിയട്ടെ. കാരണം ഇന്ന് നിയന്ത്രിക്കുന്ന അവരുടെ കയ്യിലാണ്. ഇന്ന് ഈ മീഡിയകൾ വിചാരിച്ചാൽ മാത്രമേ ഏതൊരു കാര്യമായാലും അത് പുറം ലോകത്ത് വരികയുള്ളൂ. അതുകൊണ്ട് മീഡിയകൾ വേണം ഇനി കേരളത്തിനൊരു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ഏത് കാര്യമെടുത്താലും ഗവൺമെൻറ് പോലും ഇവിടെ ചിന്തിച്ചാൽ മതി. ഒരു കാര്യം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ പോയിട്ട് ഗവൺമെൻറ് അതിനെ പരിഗണിച്ചില്ല എങ്കിൽ, അതിനെ വേണ്ട വിധം പരിഗണിച്ചില്ല എങ്കിൽ മാധ്യമത്തിലൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയേ, ഈ മീഡിയയിലൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയേ, തദവസരം ആ സമയത്ത് തന്നെ അതിന് ഒരു കൽപ്പന ഉണ്ടായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേരളം ഇന്ന് നിയന്ത്രിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, കേരളം ഇന്ന് നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. ആ ഒരു തരത്തിൽ മീഡിയകൾക്ക് താഴെയായിപ്പോയി ബാക്കിയെല്ലാം എന്ന രീതിയിലാണ്. അതുകൊണ്ട് നല്ല വാർത്തകൾ കൊടുക്കാൻ കഴിയട്ടെ. യഥാർത്ഥത്തിൽ മീഡിയകൾ വളരണം. അവരുടെ നല്ല വളർച്ച, നല്ല വാർത്ത, അതാണ് നമ്മുടെ കേരളത്തിന് വേണ്ടതും. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള എത്രയെത്ര വാർത്തകളാണ് അവർ ലോകത്തിൻ്റെ മുന്നിൽ അറിയിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ സത്യസന്ധമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തട്ടെ, അങ്ങനെ നടത്തണം. അങ്ങനെയായി നമ്മുടെ കേരളം സുന്ദരമായ രീതിയിൽ മാറട്ടെ എന്ന് ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്.